പായസം വെച്ച് കുടിച്ചില്ലേ? കുടിക്കട്ടോ. ഇപ്പൊ ഈ പ്രിയദർശിനി വന്നതിന് ശേഷം ഇപ്പൊ 65 വർഷം ഉണ്ടായിരുന്ന സർവീസ് ഇപ്പൊ റിലീസ് വെച്ച് കഴിഞ്ഞ ശനിയാഴ്ച അവസാനിപ്പിക്കണ്ടായിരുന്നു. അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ട് പറയാം. വരട്ടെ. ഇത് നൂലിൽ കൂടെ നടക്കുകയായിരുന്നു. അതെങ്ങോട്ട് വീഴുന്നുള്ള കാര്യം ദൈവത്തിനെ അറിയണം. ഇപ്പൊ പ്രവചിക്കാൻ കഴിയത്തില്ല. നമ്മളിപ്പോ ഒന്നും പറയുന്നില്ല. പ്രൈവറ്റ് ബസ്സുകാരുടെ ഒരു അവസ്ഥ എന്തായിരുന്നു സാറിന് പ്രതീക്ഷ? അത് തീർന്നല്ലോ. അവര് പായസം വെച്ച് കുടിച്ചില്ലേ? കുടിക്കട്ടോ. അവര് നിർത്തുമ്പോ നമ്മളൊരു പായസം വെക്കുന്നുണ്ട്. അവര് പായസം വെച്ച് കുടിച്ച് അവർ പായസം വെച്ച് കുടിച്ചതല്ലേ കുടിക്കട്ടെന്ന്. അവർ എൻജോയ് ചെയ്തതല്ലേ എൻജോയ് ചെയ്യട്ടെന്ന്. അവർ പടക്കം പൊട്ടിച്ചതല്ലേ പൊട്ടിക്കട്ടെന്നേ. വലിയ രീതിയിൽ പൊട്ടിക്കട്ടെ, ഒരുപാട് സന്തോഷമുണ്ടാവട്ടെ അവർക്ക്. അവരെയും കൊണ്ടാകുന്ന രീതിയിലൊക്കെ അവർ സന്തോഷിക്കട്ടെ. ഇത് പറയുമ്പോൾ ഞാനൊരു വീഡിയോ ഇന്നലെ ഞാനിത് പങ്കുവെച്ചാണ്, ഒരിക്കൽ കൂടി കാണിച്ചു തരാം. അത് കാണേണ്ടത് തന്നെയാണ്. ഇവരൊന്നും ജീവിച്ചിരിപ്പുണ്ടോന്ന് എൻ്റെ ഡൗട്ട്. എന്താടാ മോനെ കയ്യിരിക്കുന്ന പടക്കമല്ലേ? ഓലപ്പടക്കം. വാവ്! ഈ ഒരു ഓലപ്പടക്കത്തിന് ഏകദേശം 5 രൂപ വേണം കേട്ടോ. ഇന്നത്തെ വില അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു 5 രൂപ, അതിന് മുകളിലൊക്കെ ആകുമെന്ന് തോന്നുന്നു. അറിയാവുന്നവരുണ്ടെന്ന് പറയണേ. അപ്പോൾ അത്രയും വിലയാവുന്ന ഓലപ്പടക്കമാണ്. അന്ന് മെയ് 4-ാം തീയതി ഇലക്ഷൻ്റെ റിസൾട്ട് അറിഞ്ഞ സമയത്ത് മോൻ മേടിച്ചുകൊണ്ടൊന്ന് പൊട്ടിച്ച പടക്കം. എടാ മോനെ, ഇന്ന് നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഈ വീഡിയോ നീ കാണുന്നുണ്ടെങ്കിൽ, ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പടക്കം പൊട്ടിക്കാനായിട്ട്, ആ ഒരു പടക്കം മേടിക്കാൻ, ഒരു തീപ്പെട്ടി മേടിക്കാൻ നിൻ്റെ പൈസ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് നീ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. അല്ലെങ്കിൽ ഇന്ന് നിൻ്റെ പൈസ ആണ്, നാളെ നിൻ്റെ കാണുമോ എന്നുള്ളൊരു കാര്യം നീ പറയണം. ഇന്ന് നീ എന്ത് ചെയ്യുന്നു? ഇന്ന് നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? ഈ ഒരു ചോദ്യമാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. ഇടതുപക്ഷത്തിനെ തോൽപ്പിച്ചതോടുകൂടി ഞങ്ങളങ്ങ് വിജയിച്ചേ, ഞങ്ങൾക്കെല്ലാം കിട്ടിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടിമകൾക്ക് കിട്ടിയ 8ൻ്റെ പണി, മണ്ണാക്കിലും മന്നനാളത്തിലുമൊക്കെ കിട്ടിയിരിക്കുന്ന പണിയെന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ആ പണിയും മേടിച്ചിട്ട് ഇടതുപക്ഷം തോറ്റ സമയത്ത് പടക്കം പൊട്ടിച്ചും പായസം വെച്ചും പൊങ്കാലയിട്ടും തിരുവാതിര കളിച്ചും ആഘോഷിച്ച കുറേ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട്. സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നതായിക്കോട്ടെ, ഈ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുമായിക്കോട്ടെ, അന്ന് സന്തോഷിച്ചവർ, അന്ന് ചിരിച്ചവർ, അന്ന് കളിയാക്കിയവർ, അന്ന് വിമർശിച്ചവർ ഇന്ന് സ്വയം കുറ്റബോധത്താൽ തലയും താഴ്ത്തി നടക്കുന്നൊരവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. സ്വകാര്യ മേഖലയിൽ കുറേ കമ്പനികൾ പൂട്ടിപ്പോകുന്നു. പെട്ടെന്നൊരു ദിവസം രാവിലെ വരുമ്പോൾ ജോലിയില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. ആ അവസ്ഥയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരുപാട് ആളുകളുടെ അവസ്ഥകൾ നമ്മൾ കണ്ടതാണല്ലേ. അങ്ങനെയുള്ള അവസ്ഥകൾക്കിടയിൽ സ്വകാര്യ മേഖലകളായിക്കോട്ടെ, ആ സ്വകാര്യ മേഖലകൾക്കൊരു നഷ്ടം വരുമ്പോൾ അവർ നിർത്തിപ്പോകും എന്നുള്ളതൊരു സ്വാഭാവികമാണ്. അല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ഈ ഒരു മേഖലയിൽ ഈ ഒരു തോന്നിവാസം നമ്മുടെ സർക്കാർ കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഏത് മേഖലയാണെന്നും എന്താണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്നുമുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. ആ വീഡിയോ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കിട്ടിപ്പോയി. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് എന്തായാലും ബാക്കി വീഡിയോയിലേക്ക് വരാം. എൻ്റെ പേര് ഷാൻലി ആന്റണി എന്നാണ്. ഞാൻ ഗവൺമെന്റ് LPS കുന്നങ്കേരി സ്കൂളിലെ HM ആണ്. എന്റെ സ്കൂളിൽ ഒരു ടീച്ചറിന്റെ ജോലി ഒരു സുപ്രഭാതമായപ്പോൾ ഇല്ല, ജോലിയില്ല, വീട്ടിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു. ഇതാണ് കോൺഗ്രസ് സർക്കാരിന്റെ വിസ്മയം. ഞങ്ങൾ കണ്ടു. PSC ടെസ്റ്റ് എഴുതി ഇന്റർവ്യൂ പാസ്സായി, സർക്കാർ ജോലിയും കിട്ടിക്കഴിഞ്ഞ് സർക്കാരിൽ നിന്ന് പിരിച്ചുവിടുക. ഇത് എവിടുത്തെ നിയമമാണ്? എവിടുത്തെ നിയമമാണ്? സാധാരണ HM പ്രമോഷൻ കൊടുക്കും. HM പ്രമോഷൻ കൊടുത്തതിന് ശേഷം ഓൺലൈൻ ട്രാൻസ്ഫറുകൾ ചെയ്യും. അതിനുശേഷമേ മിച്ചം വരുന്ന അധ്യാപകരെ ഇന്ന് വരെ LDF സർക്കാർ അവരെ തള്ളിവിട്ടിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏതെങ്കിലും തസ്തികയിൽ അവരെ ഇരുത്തുകയാണ് ചെയ്തത്. കേരള ഭൂമി ഉണ്ടായിട്ട് ഇന്ന് വരെ ഒരു അധ്യാപകരുടെ പോലും ജോലി ഇതുപോലെ നഷ്ടമായിട്ടില്ല. ഇത് തികച്ചും അപലപനീയമാണ്. ഇത് റദ്ദാക്കിയേ പറ്റത്തുള്ളൂ. ഇത് കത്തിച്ചു കളയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ സ്കൂളിൽ വർക്ക് ചെയ്ത്, ഇന്നലെ വൈകുന്നേരം വരെ വർക്ക് ചെയ്ത്, അതിന്റെ കൂട്ടത്തിൽ തന്നെ സെൻസസ് ഡ്യൂട്ടിയും ഉണ്ട്. അതും ചെയ്തു വരുന്ന അധ്യാപകരാണ്. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോലി ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട് പഠിച്ച് എത്തിയ ഒരു ക്വസ്റ്റ്യൻ ആണത്. പെട്ടെന്ന് നമ്മുടെ ജോലി ഇല്ല, അല്ല വരുമാനം ഇല്ല എന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എല്ലാവർക്കും എന്ത് സങ്കടം വരും, വീട്ടുകാരെന്ത് വിചാരിക്കും? അത്രയും നാളും കഷ്ടപ്പെട്ട് പഠിച്ച ജോലിയാണ്, ഒറ്റ വാക്കിലില്ല എന്ന് പറയുമ്പോൾ ഉള്ള അവസ്ഥയും. ഞാനും കയറിയിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. GLPS കൊടുക്കുന്നു. എന്റെ പേര് ഷാൻലി. കണ്ടില്ലേ,
ഇതൊന്നും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നതോ അല്ലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യാനായിട്ട് വന്നവരോ അതുമല്ലെങ്കിൽ പിൻവാതിൽ നിയമനത്തിൽ കൂടിയോ ബന്ധു നിയമനത്തിൽ കൂടിയോ സർവീസിൽ കയറി പറ്റിയ ആളുകളോ അല്ല. കൃത്യമായിട്ട് ഉറക്കമിളച്ചിരുന്ന് പഠിച്ച് നല്ല മാർക്കോട് കൂടി PSC ലിസ്റ്റിൽ വന്ന് ആ ലിസ്റ്റിൽ കൂടി റാങ്ക് ഹോൾഡേഴ്സായി ആ റാങ്ക് ഹോൾഡേഴ്സായ ആളുകൾക്ക് കിട്ടിയ സർക്കാർ ജോലിയാണ്. ആ ജോലിയിൽ നിന്നാണ് ഇന്നത്തെ പൂക്കികളുടെ വിസ്മയങ്ങളും തോന്നിവാസങ്ങളും കാരണം ഇറങ്ങേണ്ടി വരുന്നത്. ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ തോന്നിവാസം കാണിച്ചുകൊണ്ട് അവരെ പടിയിറക്കി വിട്ടിരിക്കുന്നത്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് സതീശയെ കാണിക്കുന്നത്? നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കൂടെ നിന്ന ആളുകളെ ഈ രീതിയിൽ ചതിക്കുമ്പോൾ എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അവരുടെ കണ്ണുനീര് കുടിച്ച് വേണം നിങ്ങൾക്ക് ഇങ്ങനെ ചീർത്ത് ഇങ്ങനെ വരാനായിട്ട്. നിങ്ങളെ എല്ലാ രീതിയിലും നിങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമെന്ന് വിശ്വസിച്ച ആളുകളുടെ അവരോട് നിങ്ങൾ ചെയ്യുന്ന വിശ്വാസ വഞ്ചന എന്നതിനേക്കാൾ അപ്പുറം കേരളത്തിനെ വിറ്റുമുടിക്കുക അല്ലെ കട്ടുമുടിക്കുക എന്ന് പറയുന്നൊരു കാര്യം കൂടിയില്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതായിരുന്നു ഇടതുപക്ഷ സർക്കാർ ഇവിടെ ചെയ്തത്. ഈ പറഞ്ഞു വന്നത് ഞാൻ സ്വകാര്യ ബസ്സുകളുടെ ഒരു ഇഷ്യൂ ആണെങ്കിലും ഇത് സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ബസ്സിൻ്റെ കാര്യങ്ങളിലുമൊക്കെ ഇതേ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യുക. പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്ത് നിയമനങ്ങൾ നടത്തിയതൊക്കെ ഞങ്ങൾ ഇല്ലാതെയാക്കും. പിണറായി വിജയൻ ചെയ്തതൊന്നും ഇവിടെ വേണ്ട. പിണറായിയോട് അനുഭവമുള്ളവരും ഇവിടെ വേണ്ട. ഈ ഒരു ചിന്താഗതിയായിരിക്കും ഇവർക്കുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പടക്കം പൊട്ടിച്ച മഹാന്മാരെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഗണേഷ് കുമാർ പറഞ്ഞൊരു കാര്യം നമുക്കറിയാം. ഇതൊരു നൂലിൽ കൂടി പോകുന്ന അല്ലെ ഒരു നൂൽപാലത്തിൽ കൂടി പോകുന്ന ഒരു പ്രക്രിയയായിരുന്നു. ആ പ്രക്രിയ എങ്ങോട്ട് വീഴുമെന്നുള്ളൊരു കാര്യത്തിൽ മാത്രമേ സംശയമുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് മനസ്സിലായി. വലതുപക്ഷം വന്നപ്പോൾ ആ നൂലിൻ്റെ ഒരറ്റം അവരുടെ വായിൽ കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നീട് അവരെ കട്ട് ചെയ്ത് വിട്ടു. വലിയ രീതിയിൽ പടക്കം പൊട്ടിക്കുകയും പായസം വെക്കുകയൊക്കെ ചെയ്തവരല്ലേ. ഇനി അവരുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു പായസം വെക്കുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു മറുപടി ദൈവം കൊടുക്കുക അല്ലെ കാലം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടായിരിക്കും. നമ്മളൊക്കെ കർമ്മ ബിലീവേഴ്സ് ആണല്ലോ. നമ്മളെല്ലാം കർമ്മയിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഒരാളൊരു കാര്യം നമ്മളോടൊരു ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുക അല്ലെ അയാൾക്ക് അതിനുള്ള മറുപടി കിട്ടുക ഒരുപാട് കാലതാമസം എടുത്തിട്ടൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ അപ്പപ്പോൾ ആണെന്നേ എന്ത് ചെയ്യുന്നോ അതിനുള്ളൊരു മറുപടി ഓൺ ദ സ്പോട്ടിൽ കിട്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും ചെയ്യാം, എന്തും ചെയ്താലും ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ച പൂക്കികൾക്ക് കിട്ടിയൊരു പണി തന്നെയാണ് അല്ലെ പൂക്കികളെ വിശ്വസിച്ച ആളുകൾക്ക് കിട്ടിയൊരു പണി തന്നെയാണ്. ഇടതുപക്ഷമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇന്ന് ആ പടക്കം പൊട്ടിച്ച മഹാനും ആ മഹാനൊപ്പം മഹാവരാത്രം പണിയെടുത്ത ആളുകളുമൊക്കെ എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. ഇന്നിപ്പോൾ മോഡിഫിക്കേഷനെ പറ്റി നമ്മുടെ പൂക്കികൾക്ക് പറയാൻ കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ CP ജോൺ മന്ത്രിക്ക് ഒരു കാര്യം പറയാനുണ്ട്. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ വാഹനത്തിൽ നിന്ന് വോക്കൽ സ്പീക്കറൊക്കെ വെക്കില്ലേ? ഈ വോക്കൽ സ്പീക്കർ എന്ന് പറഞ്ഞാൽ വാഹനത്തിന് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന സ്പീക്കറുകളുണ്ട്. അതായത് വെളിയിൽ നിന്നുകൊണ്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പീക്കർ. ആ സ്പീക്കർ വെച്ചത് കാരണം കഴിഞ്ഞ ദിവസം ഒരു അപകടമുണ്ടായ ഒരു കുഞ്ഞ് മരണപ്പെട്ടൊരു അവസ്ഥ നമുക്കറിയാം. അതിൽ CP ജോൺ പറയുന്നത് വാഹനം ഉരുണ്ട് വന്ന് സ്റ്റാർട്ടായെന്നാണ്. വാഹനം സ്റ്റാർട്ടായതൊന്നും ന്യൂസിൽ വന്നിട്ടില്ല. വാഹനം അവിടെ നിർത്തിയിട്ടിരുന്നു, അത് ഉരുണ്ട് വന്നു. അങ്ങനെ ഉണ്ടായ അപകടമാണ്. അല്ലാതെ വോക്കൽ വെച്ചത് കൊണ്ടോ അങ്ങനെ ഉണ്ടായ അപകടമല്ല. പക്ഷേ വോക്കൽ വെക്കരുത്, അത് കർശനമായിട്ട് നിയന്ത്രിക്കണമെന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഞാനും വിശ്വസിക്കാൻ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ മോഡിഫിക്കേഷനിൽ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് അല്ലെ മോഡിഫിക്കേഷൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമില്ല. ഞാൻ വീഡിയോ കാണിച്ചു തരാം. മോഡിഫിക്കേഷന്റെ കാര്യം അത് പറയുന്നത് ഗുഡ് ക്വസ്റ്റ്യൻ. അതുപോലെ ഡിസ്കസ് ചെയ്തു. ഈ മോഡിഫിക്കേഷനില് അവര് തന്നെ പറയും വോക്കൽ എന്നൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? വലിയ സ്പീക്കറുകൾ പുറത്തേക്ക് കേൾപ്പിച്ചിട്ട് ഒരു കുട്ടി മരിച്ചുപോയി, വണ്ടിയിൽ പാട്ട് വെച്ച് പുറത്തു നിന്ന് നൃത്തം ചെയ്ത് ആ വണ്ടി സ്റ്റാർട്ടായി അല്ലേ. ഒരു കാര്യം ഞാൻ കർശനമായിട്ട് പറയാം, ഈ ഗവൺമെന്റ് പൊതുവിൽ വളരെ പെർമിറ്റിംഗ് ഗവൺമെന്റ് ആണ്, അല്ല അനുവദിക്കുന്ന ഗവൺമെന്റ് ആണ്. ലിമിറ്റ് ചെയ്ത് പോവല്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പെർമിഷൻസ്, നമ്മൾ കൊടുക്കുന്ന മൃദുഭാവത്തിലുള്ള അനുവാദങ്ങൾ ദുരുപയോഗപ്പെടുത്തുകയും ദുരന്തങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്താൽ കർശനമായ നടപടികൾ ഉണ്ടാവും, വാഹനം കണ്ടുകെട്ടും. അതുകൊണ്ട് വോക്കിൽ വെച്ചവരൊക്കെ ആ ചോദ്യം ചോദിച്ചത് നന്നായി. വോക്കിൽ വെച്ചവരൊക്കെ വേഗം അഴിച്ചോളൂ. നല്ല കാര്യമാണ്. ഞങ്ങൾ വണ്ടി കണ്ടുകെട്ടും, വെറുതെ പെറ്റിയടിച്ച് വിടുകയല്ല, വണ്ടി ഞങ്ങളങ്ങ് കണ്ടുകെട്ടും. വലിയൊരു നിയമലംഘനത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വാഹനത്തിൻ്റെ പെർമിറ്റ് റദ്ദാക്കും. പിന്നീട് ആ വാഹനം നിരത്തിലിറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കി കളയും. ഈ കുറേ പേരൊക്കെ ഈ പിണറായി വിജയൻ തോറ്റ സമയത്തൊക്കെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് പിണറായി വിജയനെ തോൽപ്പിച്ചത് ഏറ്റവും കൂടുതലും വണ്ടിപ്രാന്തന്മാരും വാഹന പ്രേമികളുമാണെന്നൊക്കെ. കാരണം പിണറായി വിജയൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വാഹനങ്ങൾ മോഡിഫൈ ചെയ്യാനോ വാഹനങ്ങളിൽ എക്സ്ട്രാ ഫിറ്റിങ്ങോ ഒന്നും പറ്റുന്നില്ല. ശരിയാണ്, ഇപ്പോൾ ഇവർ വന്നപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഫോഗ് ലാമ്പൊക്കെ ചെയ്യുക, അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഹുക്ക് പിടിപ്പിക്കുക, ഇൻറ്റീരിയർ ലൈറ്റ് ചെയ്യുക, അതൊക്കെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ എല്ലാ വണ്ടിയിലും ഇപ്പോൾ ഉള്ളതാണ്, ഇൻബിൽഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. വേറെ എന്തെങ്കിലും മാറ്റിപ്പിടി.
അപ്പോൾ അങ്ങനെ വണ്ടിഭ്രാന്തന്മാരാണ് പിണറായി വിജയനെ തോൽപ്പിച്ചതെന്ന് പറയുമ്പോൾ ഇന്ന് ഈ വണ്ടിഭ്രാന്തന്മാർ എവിടെയാണ്? ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ വണ്ടിഭ്രാന്തന്മാരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? നെഞ്ച് പൊട്ടി കരയുകയായിരിക്കും, അലമുറയിട്ട് കരയുകയായിരിക്കും അല്ലേ? എന്തൊരു കരച്ചിലായിരിക്കും. ഇപ്പോൾ ഇവറ്റകളുടെ കരച്ചിൽ കാണാൻ വല്ലാത്തൊരു സന്തോഷം, വല്ലാത്തൊരു സുഖമാണ്. അടിച്ച് പൊളിച്ച് നീയൊക്കെ ഇങ്ങനെ കരഞ്ഞ് തന്നെ ജീവിച്ച് തീർക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. നന്ദികെട്ടവന്മാർ, നന്ദികേട് കാണിച്ചവന്മാർ, ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് വാഹനവുമായിട്ട് നിരത്തിലിറങ്ങിയവന്മാരെ നീയൊക്കെ അനുഭവിച്ചോ? ഇനിയും ഉണ്ട്, ഒന്നും ആയിട്ടില്ലെന്നേ. ഇപ്പോൾ ഒരു മുട്ടായെങ്കിലും മേടിക്കുക, ഒരു എലിവേഷൻ മേടിക്കാനെങ്കിലും നിങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നുണ്ട് അല്ലേ? ഒരു 100 രൂപ പോയിട്ട്, അല്ല 200 അല്ല 500 രൂപ താഴെ കിട്ടുന്നുണ്ട്. ഇനി അതും കിട്ടാതെയാകും. നിങ്ങൾ എഴുതി വെച്ചോ, അതും കിട്ടാതെ നിങ്ങൾ തെണ്ടി കുത്തുവാള എടുക്കുന്നൊരു സാഹചര്യത്തിലേക്കാണ് പൂക്കികൾ നിങ്ങളെ തള്ളിവിടുന്നത്. അപ്പോഴും നിങ്ങൾ ഈ രീതിയിൽ തന്നെ പറയണം, പിണറായി വിജയനായിരുന്നു തെറ്റെന്നുള്ളത് കേട്ടോ. ഇപ്പോൾ പിണറായി വിജയനാണ് ശരി, അല്ലെ പിണറായി വിജയനായിരുന്നു ശരിയെന്ന് ഈ ബസ് തൊഴിലാളികൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിണറായി വിജയനെതിരെ സംസാരിച്ചിട്ടുള്ള പല ബസ് തൊഴിലാളികളും പിണറായി വിജയൻ മതിയായിരുന്നു, അയാൾ തന്നെ ആയിരുന്നു ശരിയെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യം കണ്ട വീഡിയോയിൽ കണ്ട കാര്യങ്ങളും പിന്നെ രണ്ടാമതും ആ മോൻ പടക്കം പൊട്ടിക്കുന്ന കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടില്ലേ? അർഹതയ്ക്കുള്ള അംഗീകാരം അർഹിക്കപ്പെട്ടത് തന്നെയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്നും പറയാനില്ല, അടിച്ചു പൊളിക്കുക. ഇതിൽ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഞാനൊരു ഇടതുപക്ഷ അനുഭാവി ആയതുകൊണ്ടാണ് ഇത് പറയുന്നത് നിങ്ങൾക്കൊരു ചിന്താഗതി കാണും. ഒരിക്കലുമല്ല. എല്ലാ പാർട്ടിയോടും എനിക്ക് താല്പര്യമുള്ള ആൾ തന്നെയാണ്. നല്ലത് ചെയ്താൽ ആര് നല്ലത് ചെയ്താലും നല്ലതെന്ന് പറയുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ നല്ലത് ചെയ്യാത്തത് കൊണ്ടാണ് നല്ലത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നല്ലത് പറയാൻ പറ്റാത്തതെന്നാണ് പറയേണ്ടത്. പടക്കം പൊട്ടിച്ചവർക്കും പായസം വെച്ചവർക്കുമൊക്കെ നിറയെ കിട്ടിയിരിക്കുകയാണല്ലോ, അണ്ണാക്കിലും അന്നനാളത്തിലും. എൻജോയ്.